നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണി. നോർത്ത് ഇന്ത്യയിലെ ഫുഡ് സയന്റിസ്റ്റുമാർ കൂടുതലുള്ളവർ. എനിക്കറിയാം ഇതൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടല്ലോ, അല്ലെ തന്നെ ഈ ഫുഡിന്റെ ഈ സാങ്ഷനൊക്കെ കൊടുക്കുന്നവരൊക്കെ എന്തർത്ഥത്തിൽ ഇവർക്കൊക്കെ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അതോ ഇവർക്ക് അതൊന്നും വേണ്ടേ? ഇതേണ്ട സ്ട്രിങ്ങിനകത്തൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കുന്നു, എനർജി ഡ്രിങ്കിനകത്ത് എനർജി കയറാനാന്ന് തോന്നുന്നു, മുട്ടയ്ക്കകത്തൂടെ. ഓ, ഡബിൾ ഓംലെറ്റ് കേട്ടോ. ഓ, ത്രിബിള്. ഏതാവനാടാ പിടിച്ച് കഴിക്കുന്നവൻ ജീവനോട്? അയ്യോ, എന്റെ ദൈവം, 5 എണ്ണം. ഈ കഴിച്ചവൻ ജീവനോടുണ്ടോ? എന്റെ ദൈവമേ, ഇതൊക്കെ ലാസ്റ്റ് ഫുഡോ? ഇതൊക്കെ കഴിച്ച ക്യാൻസർ എന്നല്ല വേറെ വല്ല അസുഖം വരും. കാരണം അതിൻ്റെ കൂടെ തക്കാളിക്ക് കട്ട് ചെയ്ത് ഇടുന്നു. എന്തിടുന്നു? പുളിയൻ, മുളക്, ക്യാരറ്റ്. ഓ എടാ, ഇവനെയൊക്കെ ആരാടാ ഇത്? ഇതൊക്കെ ഇതൊന്നും വൈറലായി, ഇത് വൈറലായതാ. ഇതൊന്നും മല്ലിയില ഇട്ട് ഇതൊന്നും കണ്ടിട്ട് പോലും ആരും ഇവനെ ഒന്നും പിടിച്ചോണ്ട് പോകുന്നില്ലല്ലോ. എന്റെ ദൈവമേ, ഇതൊന്നും മേടിച്ച് കഴിക്കരുത്. ജീവിതം പഴമുള്ള കാര്യം പറയില്ല, കഴിക്കുന്നവൻ പിറ്റേ ദിവസം 2 ആഴ്ചക്കുള്ളിൽ ഡിം. നോർത്ത് ഇന്ത്യയിൽ ഇത് മാത്രമല്ല, ഗുലാബ് ജാമുൻ ഉണ്ട്, ചപ്പാത്തി വരെ ഉണ്ട്. ഗുലാബ് ജാമുൻ ഉണ്ട്, കണ്ട് 2 ഗുലാബ് ജാമുൻ. അല്ല, പറാത്ത. എടാ, ഇത് സത്യം പറ, ഇവന്മാരെയൊക്കെ ഈ 10 വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്ന ഏറ്റവും വലിയ വർഷം. എന്താണ് ഇതെന്തോ ഇത്? ഇത് പിന്നെ പോട്ടെ, 2 ഫുഡാണെങ്കിലും പറയാം. അല്ലേ, 2 ഫുഡാണെങ്കിലും പറയാം. മറ്റേതെന്തോ സ്ട്രിങ്ങിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് എന്തോന്ന് ആലോചിച്ച് നോക്കി. ഇത് കഴിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ചോക്ലേറ്റ്, ഈ ചോക്ലേറ്റിലെ പാനിപ്പൂരി കൊടുത്ത സാധനമല്ലേ? ചോക്ലേറ്റ്, ചെറി, പനീർ. എന്റെ മോനെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. ഇവന്മാർക്ക് പ്രാന്തടാ. സത്യം പറയും, ഇവന്മാരെല്ലാം കൊണ്ട് ആമത്തി ഇടണം. ഈ വടലകൾക്കെല്ലാം പ്രാന്ത. എടാ, ഇങ്ങനൊക്കെ എന്തോ കോമ്പിനേഷനാണ്. ഇതൊക്കെ ആര് കണ്ടുപിടിച്ച കോമ്പിനേഷനാണ്? ഇത് കണ്ടുപിടിക്കുന്ന ഒരു മൂള വേണ്ടേ? അത് വെറുതെ എന്തിനകത്തൊക്കെ ഇട്ടാൻ കൊടുത്താൽ മതിയോ? കഴിക്കുന്നവൻ ജീവിച്ചിരിക്കണ്ടായോ? എന്റെ ദൈവമേ, സ്ട്രീറ്റ് ജിലേബി മേക്കിങ്. ഓ, കൈയിട്ട് കുഴച്ച് അങ്ങനെ എവിടൊക്കെ ഇട്ട് മാന്തിയതായിരിക്കും. ആഹാ, ആ കൈ കൊണ്ട് തന്നെ തുടച്ചിട്ട് ആ കൈ കൊണ്ട് തന്നെ. ആഹാ, നല്ല സതുഷ്ടമായി ജിലേബി റെഡി ആയിരിക്കുകയാണ് ഗൈസ്, റെഡി ആയിരിക്കുകയാണ്. ഈ വിളക്കൂതികളൊക്കെ എന്തോ ചെയ്യാൻ സത്യം പറഞ്ഞു. കൂടുതലും ഈ ബോംബെ അല്ല കേട്ടോ, ബോംബെ അതായത് നോർത്ത് സ്ട്രീറ്റിൽ ഇങ്ങനത്തെ ഒക്കെ പരിപാടി. എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും എനിക്ക് അത്രയും തോന്നുന്നില്ല. കാണുവോ? എനിക്കറിയില്ല. കേൾക്കാം, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം.